വടേരക്കാരാണോ? അതല്ല കേട്ടോ വിഷയം. ഒരു 690 രൂപ കയ്യിലെടുക്കാനുണ്ടോ? നമുക്കങ്ങ് കർണാടകയിലെ 3 സ്ഥലങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ചാലോ? നമ്മുടെ ബന്ദിപ്പൂർ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ജെയിൻ ടെമ്പിളും നമ്മുടെ പൂപ്പാടവും ഹിമവത് ഗോപാൽ സ്വാമിയും കണ്ടുകൊണ്ട് തന്നെ ഒരു യാത്ര. രാവിലെ 5:30 വടകരയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയത്. 3000 രൂപ പെട്രോൾ അടിച്ച് 5 പേര് കാറിലാണ് ഈ യാത്ര പോയത്. ഏകദേശം 10:30 കൂടി തന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ താഴെ എത്തി. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് 70 രൂപ ടിക്കറ്റ് എടുത്ത് ഈ ഒരു ബസ്സിലാണ് മുകളിലേക്ക് പോകേണ്ടത്. നിങ്ങൾ പോകുമ്പോൾ ഒന്നുകിൽ രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം അമ്പലം ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുകളിലെത്തിയാൽ അധികം വെയിലില്ലാതെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും. ഇവിടേക്ക് വരുന്ന സമയത്ത് ബത്തേരിയിൽ നിന്ന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടേക്ക് വന്നാൽ മതി. ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കേണ്ടവർക്ക് അതും ഇവർ നൽകുന്നുണ്ട് കേട്ടോ. പായസം അടിപൊളിയാണ്, എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. ചോറ് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങാം. നമ്മുടെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആനയൊക്കെ വരാറുണ്ട്, പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ താഴെ തന്നെയാണ് നമ്മുടെ പൂപ്പാടൊക്കെ വരുന്നത്. സൂര്യകാന്തിയൊക്കെ കരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഏകദേശം 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ചെട്ടി, അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓരോ പൂപ്പാടത്തേക്കും ഓരോ എൻട്രി ഫീസാണ്. 20 രൂപയാണ് പെർ ഹെഡ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങൾ പോയത് സുൽത്താൻ ബത്തേരിയിലുള്ള ജെയിൻ ടെമ്പിളാണ്. ഇവിടെ വന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് കയറിയത്. വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനമുള്ളൂ. ചെറിയൊരു ഹംപിയുടെ ഒരു മിനിയേച്ചറാണ്. ഏകദേശം 1/2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, നമ്മുടെ കോറോമിലുള്ള നാരങ്ങാച്ചാലും കൂടെ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് വരാം. ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ തന്നെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാ, വേഗം വിടുകയല്ലേ?